ഹായ്. സീറോ അഡീഷണൽ ട്രാൻസ്ഫർ ഫീസ് വെച്ചിട്ട് നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുത്താലോ? അതെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് നോർമലി അറിയാവുന്ന 2 ആപ്ലിക്കേഷനാണ് വൈസും അതുപോലെ തന്നെ റെമിറ്റ്ലിയും അല്ലേ. ഞാനും ജർമ്മനിലേക്ക് വന്ന സമയത്ത് ഈ 2 ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് റേറ്റ്സിലാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബാങ്കിലോട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ UPI ട്രാൻസാക്ഷനും പോസിബിൾ ആണ്. കാരണം നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഓൺ ദ സ്പോട്ട് തന്നെ നമ്മുടെ ബാങ്കിലോട്ട് ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് അതൊരു ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു 10 യൂറോൻ്റെ അടുത്തായിരുന്നു എനിക്ക് ബോണസ് കിട്ടിയിരുന്നത്. അതുപോലെ ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 to 17 യൂറോ വരെ നിങ്ങൾക്ക് ബോണസ് കിട്ടും. അതിനായിട്ട് നിങ്ങളൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ആക്ച്വലി ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ മന്തായിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ടാപ്പ്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.